ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കാരം. 1935 ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിനടുത്ത് സംഗമേശ്വര വിലാസം എന്ന സംസ്കൃത പാഠം വേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, വിദ്യാഭ്യാസത്തോടൊപ്പം കലാകായിക വിഭാഗങ്ങളിലും വളരെയധികം ഔന്നത്യം വ്യക്തമായ പ്രാതിനിധ്യവുമായി ഇരിങ്ങാലക്കുടയിൽ സ്ഥിതിയുറപ്പിച്ചിരിക്കുകയാണ്. സ്പഷ്ടമായ വ്യക്തിത്വം കൊണ്ടും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന ശൈലി കൊണ്ടും ഈ വിദ്യാലയത്തിനെ പ്രശസ്തിയിലേക്ക് എത്തിച്ച ആചാര്യന്മാർ ക്രിയാത്മകമായ ചിന്തയിലൂടെ ആദ്യമായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അവർക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാനും സന്തോഷിക്കാനും വക നൽകുന്ന ഒരു നിമിഷമാണിത്. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ സ്കൂൾ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും നൽകിയ വിലപ്പെട്ട മഹാരഥന്മാരായിട്ടുള്ള വ്യക്തികൾ ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇവരെ ആദരിക്കപ്പെടുകയാണ്. ഇത്ര മഹാരഥന്മാരായിട്ടുള്ള ആളുകളെ ആദരിക്കപ്പെടുന്ന രീതിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതന്നെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്ര മഹാന്മാരായ ആളുകളെ, വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഈ സ്കൂളിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതെ, ഈ സ്കൂളിനെയല്ല, ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ, പൂർവ്വ അധ്യാപകരെയൊക്കെ തന്നെ ഏറെ ബഹുമാനത്തോടും ഏറെ അഭിമാനത്തോടും കൂടി തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയും ഇങ്ങനെ മഹാരഥന്മാരായ ആളുകളെ സംഭാവന ചെയ്തവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യാം. നമ്മുടെ സമൂഹത്തിന് വേണ്ട മഹത്തായ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യുന്നതിൽ നമ്മുടെ സ്കൂളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന മഹാന്മാരായ ആളുകൾ നമുക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും വളർന്നു വന്നത്. ഒട്ടേറെ പ്രതികൂലമായിട്ടുള്ള ഭൗതിക സാഹചര്യം നിന്നുകൊണ്ട് ഉയരങ്ങളിലെത്തിയ ആളുകളാണ്. എനിക്ക് ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളധികമില്ല എങ്കിൽ പോലും പറയാനുള്ളത്, പഴയ കാലത്തെ നമ്മുടെ ഭൗതിക സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പരിമിതമായ ഭൗതിക സാഹചര്യം നിന്നുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ, മഹാന്മാരായ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ നമ്മുടെ സ്കൂളുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ പഴയ മൂല്യങ്ങൾ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം സ്വയം നടത്തേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം, പുതിയ തലമുറ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ സ്വായത്തമാക്കുകയാണ്. എവിടെയോ അവർക്ക് മനുഷ്യത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. കാരണം പഠിക്കുന്നത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി പഠിക്കുന്നത് കേവലം സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തിടെ നമ്മുടെ MBBS കഴിഞ്ഞ കുട്ടികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവരോട് പറഞ്ഞു, രോഗികളില്ലാത്ത ഒരു നാട് സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അവർ സ്പോണ്ടേനിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, ശ്രമിക്കില്ല സാർ എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. സാറിന് പറയാൻ രോഗികളില്ലാത്ത നാടുണ്ടാകട്ടെ എന്ന് പറയാം, പക്ഷേ ഞങ്ങൾ 40-50 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് MBBS എടുത്തിരിക്കുന്നത്, അത് വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ സാറെന്ന് ചോദിച്ചു. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഏത് വിധേനയും സമ്പത്തുണ്ടാക്കുക. ഡോക്ടറും എഞ്ചിനീയർ ആകുന്നത്, നല്ല ഡോക്ടറും നല്ല എഞ്ചിനീയറുമാണ് നമുക്ക് വേണ്ടത്. ഡോക്ടറും എഞ്ചിനീയർ ആകുന്നത് എന്തിനാണ് എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. രാഷ്ട്രീയക്കാര് ആവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കള്ളന്മാരാണെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാർ കള്ളന്മാരാണെന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡോക്ടറും എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന്. അതായത് ലൈസൻസ് കിട്ടുകയാണ് എന്നാണ് കുട്ടികൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയാണോ നമുക്ക് വേണ്ടത് എന്ന് നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും വേണം എന്ന് വാദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഏർപ്പെടണം. സാമൂഹ്യ പ്രതിബദ്ധത രാഷ്ട്രീയക്കാർക്ക് മാത്രം മതി, ബാക്കിയുള്ള ആളുകൾക്കൊന്നും വേണ്ട എന്നുള്ള രീതി മാറ്റി എല്ലാവർക്കും സാമൂഹ്യ പ്രതിബദ്ധത വേണം. എല്ലാവർക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയണം.